ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ കട്ട്ലേറ്റ് ആണ് കേട്ടോ. ഒന്ന് എല്ലാവരും കണ്ടു നോക്കി. നമ്മൾ ആദ്യം തന്നെ എനിക്ക് വേണ്ടത് ചിക്കൻ കേട്ടോ. പൊരിച്ചെടുക്കാനും വേണ്ടിയിട്ട് ലേശം മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ലേശം ചെറുനാരങ്ങ നീരിട്ടാണ്ട് നല്ല പോലെ കുഴച്ചെടുത്തിട്ടോ ചിക്കൻ. എന്നിട്ട് ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടി ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുക്കട്ടെ. അരമണിക്കൂറിന് ശേഷം നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. എന്നിട്ട് ചൂടായി വന്നപ്പോൾ ഓയിൽ ഒഴിച്ചെടുത്തു. എന്നിട്ട് ഓരോ പീസുകളായിട്ട് എടുത്തിട്ടോ. എല്ലില്ലാത്തതാണ് എടുക്കേണ്ടത്. അങ്ങനെ ഓരോന്നായിട്ട് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുത്തിട്ടോ. പിന്നെ രണ്ടാമത്തും ഇട്ട് കൊടുത്തിട്ടോ. അങ്ങനെ അതും തിരിച്ച് മറിച്ചൊക്കെ ഇട്ടാണ്ട് വേവിച്ചെടുത്തു. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ, പെട്ടെന്നായി കിട്ടും. അങ്ങനെ അതായപ്പോൾ നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു. കുനുകുനാ എരിഞ്ഞ ഉള്ളികളും ഇട്ടെടുത്തിട്ടോ. ഉള്ളിയൊന്ന് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. ഇനി നല്ലതുപോലെ ആവട്ടെ. അങ്ങനെ ലേശം മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് പിച്ചി ഇങ്ങനെ ഉണ്ടല്ലോ, അതിട്ട് കൊടുത്ത് നല്ല പോലെ ഇളക്കിയെടുത്തു. ഉരുളൻകിഴങ്ങും ഇതേമാതിരി ഉടച്ചെടുത്താണ്ട് അതും ഇട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് തീമെന്നൊക്കെ മാറ്റി വെച്ചിട്ട് മല്ലിയില ഇട്ടാണ്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ടോ. അങ്ങനെ ഇനി അതൊക്കെ ചൂടാറുമ്പോൾ നമുക്ക് റസ്കൊക്കെ പൊടിച്ചെടുക്കുക. അതുപോലെ മുട്ടയൊക്കെ ആക്കി വെക്കട്ടെ. അങ്ങനെ ഇതുണ്ടാക്കാൻ തോനെ ടൈമൊന്നും വേണ്ടണേ, കുറച്ച് ടൈം മതി, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഭയങ്കര ടേസ്റ്റാണ്. നമ്മളിതിന് വേണ്ടി 2 മുട്ടയിട്ട് എടുത്തത്. നമ്മളെ വീട്ടിലത്തെ മുട്ട തന്നെയാണ്. നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കൽ. ഭയങ്കര ടേസ്റ്റ് അത് ഉണ്ടാക്കാൻ. അങ്ങനെ ഇത് ഉരുളാക്കുന്നതിന് മുമ്പ് നമ്മൾ ലേശം കൈമേൽ വെളിച്ചെണ്ണ തൂകി കൊടുക്കണം കേട്ടോ. കൈമേ ഒട്ടിപ്പിടിക്കാതെ വെക്കാനാണ്. എന്നിട്ട് നമ്മൾ വട്ടത്തിലാക്കിയിട്ട് ഇതുപോലെ ആ മുട്ടയിൽ മുക്കുക. എന്നിട്ട് ബ്രെഡ് പൊടിച്ചതിൽ മുക്കുക. ബ്രെഡല്ല, സോറി, റസ്ക് പൊടിച്ചതിൽ മാറിപ്പോയതാ. അങ്ങനെ അതൊക്കെ ആക്കിയെടുത്ത് ഇനി നമ്മൾ ചുട്ടെടുക്കട്ടെ കേട്ടോ. ഇതുപോലെ മുക്കിയെടുത്താൽ മതി. നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, തീ ഫുള്ളിലാവരുത്, മീഡിയം ലെവലിലാക്കിയാണ്ട് പൊരിച്ചെടുക്കണം. വേഗം കരിഞ്ഞു പോകും. അല്ലഞ്ഞാൽ